പറഞ്ഞ കാര്യങ്ങളിൽ സംബന്ധിച്ച് BJP എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഈ ഭരണഘടന വേണ്ടെന്നാണ്. അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്, നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടന വേണം. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഈ ഭരണഘടനയെ RSകാർ അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നില. അല്ല, BJPക്കാരെല്ലാം പറയുന്നില്ല. പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കേസിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തു. പിന്നെ രണ്ടാമത് നമ്മുടെ പാലക്കാട് ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ല. വാർത്ത തെറ്റാണ്. അപ്പൊ ഇന്നിപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയുന്നത് നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് തുടരും. ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പിന്നെ തുടരും പ്രത്യേകം ഭാവി കാലം KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത് തിരുവനന്തപുരത്ത് വാർത്തകളിലാണ്. അറിയില്ല. പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല. ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നുണ്ടല്ലോ. പാർട്ടിയുടെ സ്വീകരണം നടത്തുന്നതിൻ്റെ ഭാഗമാണ്. പാർട്ടിക്കകത്ത് നിരന്തരമായ സ്വീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 1 കൊല്ലത്തേക്കോ ഒന്നല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. അതിൽ ജില്ലാ കമ്മിറ്റിയുടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. പരാതികളിലെല്ലാം വളരെ ഏത് പരാതി ഉണ്ടായാലും പരാതിയുടെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അതിൽ വിട്ടുപോയി. PK ശശിനെ മാറ്റിയില്ല എന്ന് സാങ്കേതികമായിട്ട് പറയേണ്ടതാണോ, അത് ഓർഡർ ഉത്തരവായിട്ടില്ല എന്നാണോ പാർട്ടി? അതാണോ? ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി, മലയാളത്തിലല്ലേ പറഞ്ഞത്. ക്ലാരിറ്റി വേണ്ടി വരുന്നത് എന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ശശിൻ്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. സാധ്യതയുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ യാതൊരു തർക്കമില്ല. അതൊരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരുന്നതാണ് നല്ലത്. ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിന് കൂടി ആർക്കാ ഭയപ്പെടേണ്ട കാര്യമുള്ളത്? അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ്. അത് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഇന്നാണല്ലോ അതിൻ്റെ അവസാനത്തെ തീയതി വരുന്നത്.